ഉപദേശമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ പഠിപ്പിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ബിദ്അത്തുകൾ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം, അത് നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്നുള്ളതാണ്. ഇർബാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഅലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ഞങ്ങളെ ഉപദേശിച്ചു. ബഅദ സ്വലാത്തിൽ ഗദാ മൗഇദതൻ ബലീഗതൻ ദറഫത് മിൻഹൽ ഉയൂൻ വവജ്ലത് മിൻഹൽ ഖുലൂബ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം കേട്ട് ഞങ്ങളുടെ കണ്ണുകൾ ധാരധാരയായി ഒലിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങൾ ആ ഉപദേശം കേട്ട് പിടക്കുകയും ചാഞ്ചാടുകയും ചെയ്യുകയുണ്ടായി. ഫഖാല റജുലുൻ, നബിയോടൊരാൾ ചോദിച്ചു, ഇന്ന ഹാദിഹി മൗഇളതു മുവദ്ദീൻ, റസൂലെ ഇത് ഒരു വിടവാങ്ങുന്ന നേതാവിന്റെ ഉപദേശം പോലെയുണ്ടല്ലോ. റസൂലിന്റെ അവസാന സമയമായിട്ടുണ്ടോ ഉമ്മത്തിന് ഇക്കോലത്തിൽ ഒരു ഉപദേശം? ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, ഫമാദാ തഹദു ഇലൈനാ യാ റസൂലുള്ളാഹ്, അതുകൊണ്ട് ഞങ്ങളോട് എന്ത് ഉപദേശമാണ് അല്ലെങ്കിൽ എന്ത് വസിയത്താണ് ഉമ്മത്തിങ്ങൾക്ക് നൽകാനുള്ളത്? ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഊസീകും ബിതഖ്വല്ലാഹ്, നിങ്ങൾ മുത്തഖികളാവണം, തഖ്വ കാത്തു സൂക്ഷിക്കണം. അതേപോലെ തന്നെ വസ്സമഇ വത്ത്വാഅ, നിങ്ങൾ ഭരണാധികാരികളെ, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ, നിങ്ങളുടെ പണ്ഡിതന്മാരെ നിങ്ങൾ അനുസരിക്കുകയും അതേപോലെ തന്നെ അവർ പറയുന്നത് നിങ്ങൾ കേൾക്കുകയും ചെയ്യണം. വഇൻ അബ്ദുൻ ഹബശിയുൻ, ഇനി നിങ്ങളുടെ നേതാവായി വന്നിട്ടുള്ളത് ഒരു അടിമയാണ്, ഹബശിയായ അല്ലെങ്കിൽ ഒരു നീഗ്രോ ആയ ഒരു അടിമയാണ്, സാധാരണ നിലക്ക് വില വെക്കാത്ത ആളാണെങ്കിൽ അല്ലെങ്കിൽ ആളുകൾ വിലയില്ല എന്ന് വില കുറച്ച് കാണുന്ന ഒരു അടിമയാണെങ്കിലും അള്ളാഹുവിന്റെ ദീനിൽ നേതാവിന് അതിൻ്റെതായ സ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നേതാവിന് ദീനിയായ രംഗത്ത് നേതാവ്, അതേപോലെ തന്നെ ഭരണാധികാരി, ഖലീഫ, ഇതൊക്കെ ഇവരെ അനുസരിക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിങ്ങൾ നേതാവിനെ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഫഇന്നഹു മൻ യഇശ് മിൻകും യറ ഇഖ്തിലാഫൻ കസീറാ, എന്റെ കാലശേഷം ജീവിക്കുന്ന ആളുകൾക്ക് മതത്തിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വഇയ്യാകും വമുഹദസാതിൽ ഉമൂർ, മതത്തിൽ പുതുതായി ഉണ്ടായി വരുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹാ ളലാലത്തുൻ, മതത്തിൽ പുതുതായി വരുന്ന ഉണ്ടാക്കപ്പെടുന്ന അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, സഹാബത്തിന് പരിചയമില്ലാത്ത, അതേപോലെ തന്നെ ഉത്തമ 3 തലമുറ അവർ ചെയ്യാത്ത, മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫഇന്നഹാ ളലാലത്തുൻ, അത് പിഴവാണ്, അത് വലാലത്താണ്, വഴികേടാണ്. ഫമൻ അദ്റക ദാലിക മിൻകും ഫഅലൈഹി ബിസുന്നതി, നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് ഒരു വഴികേട് നിങ്ങൾ കണ്ട വലാലത്തായി, ദീനിൽ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത വല്ലതും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ സുന്നത്തിലേക്ക് മടങ്ങണം. വസുന്നത്തി ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, ഹിദായത്ത് സിദ്ധിച്ചവരായ ഖുലഫാഉർ റാഷിദുകൾ ചെയ്തിട്ടുണ്ടോ ഈ പ്രവർത്തനം? നബി ചെയ്തിട്ടുണ്ടോ? നബിയുടെ ചര്യയിലുണ്ടോ? ഖുലഫാഉർ റാഷിദുകളുടെ ചര്യയിലുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. എന്നിട്ട് അതിലേക്ക് നിങ്ങൾ മടങ്ങണം. അള്ളു അലൈഹാ ബിൻ നവാജിദ്, മടങ്ങിയാൽ പോരാ, അത് നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് മുറുകെ പിടിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യോപദേശം എന്നുള്ള നിലക്ക് ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ബിദ്അത്തുകൾ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴികേടാണെന്നും അത് നരകത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും അത് ഗൗരവത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സംസാരത്തിന്റെയും തുടക്കത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. എങ്ങനെയാണ് സഹോദരന്മാരെ സമൂഹത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിൽ ബിദ്അത്ത് വരാനുള്ള കാരണം? എന്താണ് ബിദ്അത്ത് എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ്? പുതുതായി ഉണ്ടാക്കപ്പെട്ടത് എന്നാണ്, അഥവാ മുൻ മാതൃകയില്ലാത്തത്.
ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചപ്പോൾ ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ്. അവിടെ അല്ലാഹു പ്രയോഗിച്ച വാക്ക് ബദഅ എന്ന് പറഞ്ഞാൽ ബിദ്അത്ത് ചെയ്തു എന്നാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോ ഉണ്ടാക്കിയ ഒരു ആകാശം, ആരോ ഉണ്ടാക്കിയൊരു ഭൂമി, അതിനെ കോപ്പിയടിച്ച് വേറെ ഒന്നും ഉണ്ടാക്കിയതല്ല, മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അത്രയ്ക്ക് കഴിവുള്ളവനാണ് റബ്ബ് എന്ന് പഠിപ്പിക്കുന്നിടത്ത് അല്ലാഹു പ്രയോഗിച്ചു ബദീഅ ആണ് റബ്ബ്. പുതുതായി ഉണ്ടാക്കിയതാണ് ആകാശഭൂമികളെ, മുമ്പുണ്ടായിരുന്നതല്ല. അതിൽ നിന്നാണ് ബിദ്അത്ത് എന്ന വാക്കുണ്ടായത്. ബിദ്അത്ത് എന്ന വാക്കുണ്ടായത്. അപ്പോ മുൻഗാമികൾക്ക് പരിചയമില്ലാത്തത്, മുൻഗാമികൾ ചെയ്യാത്തത്, ഇതാണ് ബിദ്അത്ത്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ട്, എന്താണ് മുൻഗാമികൾ എന്നുള്ളത് കൊണ്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? പല ആളുകളും പറയും, ഞങ്ങൾ ഉപ്പാപ്പമാർക്ക് നമ്മുടെ വാപ്പപ്പാരന്മാരിൽ നിന്നാണ് ഞങ്ങൾ ഇത് കണ്ടിട്ടുള്ളത്, അതേപോലെ തന്നെ ഞങ്ങളുടെ മുൻകഴിഞ്ഞ് തലമുറകൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് സാവയിയായി കിട്ടിയതാണ്, ഞങ്ങൾക്കിതിന് പരമ്പരയുണ്ട് എന്നൊക്കെ ജനങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് മുൻഗാമികളുടെ മാതൃകയുണ്ട്, ഇത് ബിദ്അത്തല്ല. ഇന്ന കർമ്മം കബർ കെട്ടിപ്പൊക്കുന്നു, കബറാളികളെ വിളിച്ച് സഹായം ചോദിക്കുന്നു, ഇതിനൊക്കെ മുൻഗാമികളുടെ മാതൃകയുണ്ട്, ഇത് ബിദ്അത്തല്ലല്ലോ. ജന്മദിനാഘോഷം കൊണ്ടാടുന്നു, 2 പെരുന്നാളിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയുന്നു, ദീനിൽ പുതിയതായ ഒരു ആചാരമുണ്ടാക്കുന്നു, ഇത് മുൻഗാമികൾക്ക് പരിചയമുണ്ട് എന്ന് പറയുന്നു, അതുകൊണ്ട് ഇത് ബിദ്അത്തല്ല എന്ന് ചില ആളുകൾ വാദിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ മുൻഗാമികൾക്ക് പരിചയമുണ്ടാവുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ആരാണ് ഇവിടെ പറയുന്ന മുൻഗാമികൾ? അത് റസൂലുള്ളാഹിയും സഹാബത്തുമാണ്. റസൂലുള്ളാഹിയും സഹാബത്തുമാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ താബിഈകൾ 3 തലമുറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉത്തമ തലമുറ. അതിൽ തന്നെ ഏറ്റവും നമ്മൾ ദീനിന്റെ കാര്യങ്ങളായി ഇന്ന ആളുകൾ, മുൻഗാമികളായ ആളുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ചെയ്തിട്ടുണ്ടോ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അലൈക്കും ബിസുന്നത്തി, നിങ്ങൾ എന്റെ ചര്യ മുറുകെ പിടിക്കണം, അതേപോലെ തന്നെ ഖുലഫാഇന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം. അവരാണ് മുൻഗാമികൾ. അല്ലാതെ 2 തലമുറ മുമ്പ് എന്റെ വല്യപ്പ അല്ലെങ്കിൽ ഞങ്ങളുടെ പാപ്പമാര് അല്ലെങ്കിൽ ഞങ്ങളുടെ മുൻഗാമികൾ ജീവിച്ചു പോയിരുന്ന ചില ആളുകൾ ചെയ്യുന്നത് കണ്ടു എന്നുള്ളതല്ല മുൻഗാമികൾ ചെയ്തു, മുൻമാതൃക എന്നുള്ളതിന്റെ മാനദണ്ഡം. അപ്പൊ ഈ ബിദ്അത്ത് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ബിദ്അത്ത് ഉണ്ടാകാനുള്ള കാരണമാണ് പണ്ഡിതന്മാർ പറയുകയുണ്ടായി, ത്വരീഖത്തുൻ ഫിദ്ദീനി മുഖ്തറഅത്തുൻ തുലാഹി അശ്ശറഇയ്യ. ചില ആളുകൾ പറയാറുണ്ട്, ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതത്തിൽ കൂട്ടിച്ചേർത്ത സംഗതികളാണ്, അത് തന്നെ മതത്തിന് എതിരാകുന്ന കാര്യങ്ങളാണ്. മതത്തിന് എതിരാകാത്ത, മതത്തിനോട് സമരസപ്പെട്ടു പോകുന്നതൊന്നും ബിദ്അത്താവുകയില്ല എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഇല്ല സഹോദരന്മാരെ, ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ത്വരീഖത്തുൻ ഫിദ്ദീനി മുഖ്തറഅത്തുൻ തുലാഹി അശ്ശറഇയ്യ, അഥവാ മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെടുകയും മതത്തിന്റെ കർമ്മങ്ങളോട് സാദൃശ്യം പുലർത്തുകയും ചെയ്യുന്നതാണ് ബിദ്അത്തുകൾ. അത് ഞാൻ പറഞ്ഞു വരുന്നത്, അഥവാ ബിദ്അത്തുകൾ എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പ്രത്യക്ഷത്തിൽ അത് നിസ്കാരമായിരിക്കും, നോമ്പായിരിക്കും, ദാനധർമ്മങ്ങളായിരിക്കും, ദിക്റുകളായിരിക്കും. അഥവാ കേടുള്ളത്, പ്രത്യക്ഷത്തിൽ ജനങ്ങൾക്ക് കേടുള്ളത് അല്ലെങ്കിൽ ഹറാമായ ഒരു കാര്യം ബിദ്അത്തായി വരൂല. അപ്പൊ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നല്ലതായിരിക്കും, അതൊരു പുതിയ നിസ്കാരമായിരിക്കും, അല്ലെങ്കിൽ ഒരു ദിക്റായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ മതം പഠിപ്പിച്ചിട്ടുള്ളതായ കാര്യങ്ങളിൽ തന്നെ, മതം പഠിപ്പിച്ചിട്ടുള്ളതായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പല കാര്യങ്ങളുണ്ട്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അങ്ങനെ ഒരുപാട് അമൽ സാലിഹാത്തുകളുണ്ട്. അതുപോലത്തെ ഒന്നായിരിക്കും ബിദ്അത്തായി വരിക, അല്ലാതെ മതത്തിനോട് എതിരിടുന്ന കാര്യങ്ങളാവൂല. ഇപ്പൊ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയുന്നത് കേട്ടാ തോന്നും, നിങ്ങൾ നോമ്പ് തുറക്കുന്ന ആ സമയത്ത് ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു കുപ്പി കള്ളു കുടിക്കണം. അതെന്താ? അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ബിദ്അത്താകുള്ളൂ. അതെന്താ? അങ്ങനെ ഒരാൾ പറഞ്ഞാൽ കള്ളു കുടിക്കാന്ന് പറഞ്ഞ മതം പാടില്ല എന്ന് പഠിപ്പിച്ചതാണ്. ഹജ്ജിന് പോകുന്ന സമയത്ത് നിങ്ങൾ അവിടെ ചെന്നിട്ട് ഒരു മോശപ്പെട്ട പ്രവർത്തനം ചെയ്യണം, അങ്ങനെ ഒരാൾ കൊണ്ടുവന്നാലേ ബിദ്അത്താകുള്ളൂ. കാരണം എന്താ? വ്യഭിചരിക്കുക, കള്ളുകുടിക്കുക, തോന്നിവാസം ചെയ്യുക എന്നുള്ളതൊക്കെ മതത്തിനോട് സമരസപ്പെടാത്ത കാര്യങ്ങളാണ്. എന്നാൽ മതത്തിനോട് സമരസപ്പെടുന്നതോ
നിസ്കാരം, നോമ്പ്, ഹജ്ജ്, അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ അതൊരിക്കലും ബിദ്അത്താവുകയില്ല എന്ന് നമ്മുടെ ഉമ്മത്തിന് ആരോ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സാധാരണ നിലയ്ക്ക് ആളുകൾ പറയാറുള്ളത് അത് നല്ല കാര്യമല്ലേ, അതെങ്ങനെ ബിദ്അത്താകും? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പണ്ഡിതന്മാര് പറയുകയാണ് മതത്തിനോട് മതനിയമങ്ങളോട് സദൃശ്യപ്പെടുന്ന കാര്യങ്ങളാണ് ബിദ്അത്തുകളായി പറയപ്പെടാറുള്ളത്. ഇപ്പൊ നമുക്കറിയാം അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നമ്മളെല്ലാവരും കേട്ട ചരിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം കൂഫ പള്ളിയിൽ കുറച്ച് ആളുകൾ കൂടിയിരുന്ന് വട്ടത്തിലിരുന്ന് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് അവരിങ്ങനെ കുറച്ച് ഉറക്ക ചൊല്ലി, ഒരു നേതാവുണ്ട്, ഒരു വട്ടമായിട്ട് ഹലക്കയായിട്ട് ഇരിക്കുന്നു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ചൊല്ലി എണ്ണം പിടിക്കുകയാണ്. എന്താണത്? ദിക്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദീന് പഠിച്ച രണ്ട് സഹാബികൾ, പ്രമുഖന്മാരായ രണ്ട് സഹാബികൾ, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ വലാലത്തിന്റെ വഴിയിലേക്ക് പോവുകയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല. റസൂലുള്ളാഹിന്റെ വഫാത്ത് അടുത്തേ കഴിഞ്ഞിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പാത്രങ്ങൾ ഉടഞ്ഞു പോയിട്ടില്ല, വടി മുറിഞ്ഞു പോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുത്തിപ്പിടിച്ച അപ്പോത്തിനേക്കും ദീനിലേക്ക് നിങ്ങൾ പുതിയത് കൊണ്ടുവരികയാണോ? അപ്പോ ഇവിടെ അവരെന്താ ചെയ്തത്? ദിക്റാ ചൊല്ലിയത്. ഈ ദിക്ർ കണ്ട് റസൂലുള്ളാഹിന്റെ സഹാബത്ത് ദേഷ്യപ്പെട്ടു. അതിന്റെ അർത്ഥം എന്താ? ദിക്റുകളും ദുആകളും നബി പഠിപ്പിക്കാത്ത രൂപത്തിലും കോലത്തിലും ചൊല്ലിയാൽ അത് ബിദ്അത്താണ്, അത് നരകത്തിന്റെ പ്രവർത്തനങ്ങളാണ് എന്നർത്ഥം. അപ്പൊ ഇവര് പറഞ്ഞു, കൂടിയിരുന്ന് ദിക്ർ ചൊല്ലുന്ന ആൾക്കാർ പറഞ്ഞു, ഒരു പുതിയൊരു രൂപമുണ്ടാക്കി, രീതിയുണ്ടാക്കി, കോലമുണ്ടാക്കി. അവര് പറഞ്ഞു, മാ അറദ്നാ ഇല്ലൽ ഖൈറ ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദേ, ഞങ്ങളുടെ നേതാവേ, ഞങ്ങൾ ഇതുകൊണ്ട് നന്മയാണ് ഉദ്ദേശിച്ചത്, നല്ലതാണെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഈ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? വകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസിബഹ്, എത്രയെത്ര നന്മ ആഗ്രഹിക്കുന്നു, നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചെയ്യുന്നു, പക്ഷേ അവർക്ക് ആ നന്മ കിട്ടുകയില്ലല്ലോ. നന്മ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതാണ്. അപ്പൊ ഒരു പ്രവർത്തനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? എന്റെ കാലശേഷം നിങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, സംശയമില്ല. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒരു കൂട്ടർ അത് പറയുന്നു, ഒരു കൂട്ടർ ഇതും പറയുന്നു. എന്തു ചെയ്യണം? എന്റെ ചര്യയിലേക്ക് നിങ്ങൾ മടങ്ങണം, അതേപോലെ തന്നെ ഖുലഫാഇന്റെ ചര്യയിലേക്ക് നിങ്ങൾ മടങ്ങണം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്തിട്ടുണ്ടോ? എന്റെ അബൂബക്കറും എന്റെ ഉമറും എന്റെ ഉസ്മാനും എന്റെ അലിയും അഥവാ എന്റെ സഹാബയും ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യൂ, എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാം, അല്ലെങ്കിൽ പരാജയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല സഹോദരന്മാരെ, ജൂത ക്രിസ്ത്യാനികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലൂടെ പഠിപ്പിക്കുകയാണ്, ഖുൽ യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനിക്കും, അഹ്ലി കിതാബുകാരെ നിങ്ങൾ ദീനിൽ അതിര് കവിയരുത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാത്തതായ കാര്യം നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അള്ളാന്റെ ദീനിൽ അല്ല പഠിപ്പിച്ചതുണ്ട്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചതുണ്ട്, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചതുണ്ട്. അതിന് പുറത്തു ചാടിക്കൊണ്ട് പുതിയതായി ഓരോന്ന് ഉണ്ടാക്കുക എന്നുള്ളത് അത് ദീനിൽ കൈവക്കലാണ്, ദീനിനെ വെട്ടിമുറിക്കലാണ്. നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷെ പാടില്ല എന്ന് ജൂത ക്രിസ്ത്യാനികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് മാത്രം ബാധകമല്ല, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനും അത് ബാധകമാണ്. മനസ്സിലായില്ലേ? എന്ന് മാത്രമല്ല സഹോദരന്മാരെ, മതത്തിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടാക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ച പോലെ അത് മതം ഉണ്ടാക്കലാണ്, അത് അള്ളാഹുവിന്റെ പണിയെടുക്കലാണ്. മതത്തിന്റെ നിയമങ്ങൾ ഉണ്ടാക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മതത്തിന്റെ നിയമങ്ങൾ ഉണ്ടാക്കി തരുന്നത്. റസൂലുള്ളാഹിക്ക് പോലും അനുവാദമില്ല, അവകാശമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, അം ലഹും ശുറകാ ശറഊ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാഹ്, അല്ലാഹു അനുവദിക്കാത്ത കാര്യം മതനിയമമാക്കാനുള്ള പങ്കാളികൾ അവർക്കുണ്ടോ? അഥവാ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയാ? അല്ലാഹു സുബ്ഹാനഹു വ തആല മതത്തിൽ നിയമമാക്കാത്ത ഒരു കാര്യം അത് പഠിപ്പിച്ചു തരുന്ന ആള് പങ്കാളിയാണെന്നാ പറഞ്ഞത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മതമല്ലാത്തൊരു, അല്ലാഹു പഠിപ്പിക്കാത്തൊരു കാര്യം മതത്തിൽ ഉണ്ട് എന്ന് ഒരു പണ്ഡിതൻ പറഞ്ഞാൽ, ഒരു പുരോഹിതൻ പറഞ്ഞാൽ, അത് അല്ലാഹുവിനെ തുല്യമാക്കലാണ് അയാളെ.
അം ലഹും ശുറക്കാ എന്ന വിശുദ്ധ പറഞ്ഞ ശരീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഷിർക്ക്. നമുക്കെല്ലാവർക്കും അറിയാം, അള്ളാഹിന് പങ്കാളിയാക്കാണ്. അപ്പൊ മതത്തിലൊരു പുതിയ സാധനം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ അള്ളയാണ് എന്ന് വാദിക്കലാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ച പോലെ ഇങ്ങനെ ഇതൊക്കെ ജൂത ക്രിസ്ത്യാനികളുടെ പ്രവർത്തനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരികയാണ്. സഹോദരന്മാർ, എന്താണ് ബിദ്അത്ത് സമൂഹത്തിൽ ഉണ്ടാകാനുള്ള കാരണം? എന്തുകൊണ്ടാണ് ബിദ്അത്ത് ഉണ്ടായത്? ബിദ്അത്ത് ഉണ്ടാകാനുള്ള കാരണം ദീനിലുള്ള ജഹാലത്താണ്, മതനിയമങ്ങൾ പഠിക്കാത്തതാണ്. ഇപ്പൊ നോക്ക് നിങ്ങൾ, സഹാബത്ത് അവരാരെങ്കിലും ബിദ്അത്ത് ഉണ്ടാക്കിയിരുന്നോ? ഇല്ല. സഹാബത്ത് ബിദ്അത്ത് ഉണ്ടാക്കിയിട്ടില്ല. കാരണം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നന്നായി മതം പഠിച്ച ആൾക്കാരാണ്. മതം പഠിച്ച ആളുകളിൽ നിന്നും ബിദ്അത്ത് ഉണ്ടാവുകയില്ല, അവർ ബിദ്അത്തിന്റെ ആൾക്കാരാവുകയില്ല. അപ്പൊ ചില ആളുകൾ ചോദിക്കും, പണ്ഡിതന്മാരാണല്ലോ എന്നാ ഇതൊക്കെ ഉണ്ടാക്കുന്നത്, പണ്ഡിതന്മാരാണല്ലോ ഇത് പഠിപ്പിക്കുന്നത്, ഇവരൊക്കെ മതം പഠിച്ച ആളുകളാണല്ലോ എന്ന് ചില സാധാരണക്കാരായ ആളുകൾ ചോദിക്കുന്നുണ്ട്. ശരി തന്നെ, ഇവിടെ മതം പഠിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ, പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു രണ്ടു കൂട്ടം പണ്ഡിതന്മാരെ. ഒന്ന്, അല്ലാഹുവിന്റെ ദീനിൽ പാണ്ഡിത്യമുണ്ട്, അതേപോലെ തന്നെ അവർക്ക് ശരിയായ ഉദ്ദത്തുൽ ഇൽമുണ്ട്, ഉദ്ദത്തുദ് ദഅവയുണ്ട്. ഉദ്ദത്തുദ് ദഅവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ദീന് ശരിയാവണ്ണം പഠിച്ച് അത് ജനങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത് അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞ ആ അനന്തരാവകാശം ഏറ്റെടുത്ത് പരലോകത്തേക്ക് വേണ്ടിയുള്ള വിഭവങ്ങളാണ് അവർ ദഅവത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് യഥാർത്ഥ പണ്ഡിതന്മാർ. ഒന്ന്. രണ്ടാമത്തെ ഒരു പണ്ഡിതന്മാരുണ്ട്. അതേതാണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി, പണ്ഡിത പുരോഹിതന്മാരിൽ അധിക പേരും ലയഅകുലൂന അംവാലന്നാസി ബിൽ ബാത്തിലി, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി കൈക്കലാക്കുന്നവരാണ്. ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി കൈക്കലാക്കുന്നവരാണ്. അത് നമ്മൾ ഇന്ന് സമൂഹത്തിൽ ധാരാളം കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല, ജനങ്ങളുടെ സമ്പത്ത് കൈക്കലാക്കുന്നു എന്ന് മാത്രമല്ല, എന്നാൽ അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കോ? ദീനനുസരിച്ച് ജീവിക്കാൻ അവർ വിടോ? ഇല്ല. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ സബീലിൽ നിന്നും അള്ളാന്റെ മാർഗത്തിൽ നിന്നും അവരെ തടയുകയും ചെയ്യുന്നു. അള്ളാന്റെ മാർഗത്തിൽ ദീന് ജനങ്ങളുടെ സമ്പത്ത് കൈക്കലാക്കുന്നു. ശരി, എന്നാൽ ദീന് പറഞ്ഞു കൊടുക്കോ? സിറാത്തുൽ മുസ്തഖീം പറഞ്ഞു കൊടുക്കോ? സബീലുള്ള പറഞ്ഞു കൊടുക്കോ? പറഞ്ഞു കൊടുക്കൂല. അവിടുന്ന് വയസുദ്ദൂന അൻ സബീലില്ലാഹ്, ജനങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്യുന്നു. അവരെന്താ ചെയ്യുന്നത്? അന്യായമായി ജനങ്ങളുടെ സമ്പത്ത് തിന്നുകയാണ്. പ്രാർത്ഥിക്കുന്നതിന് പൈസ 10,000 കൊടുത്താൽ അതിനനുസരിച്ചുള്ള പ്രാർത്ഥന, 5,000 കൊടുത്താൽ അതിനനുസരിച്ച് പ്രാർത്ഥിച്ചു കൊടുക്കും. 25,000 കൊടുത്താൽ പ്രാർത്ഥന കുറച്ചുകൂടി നീളം കൂടും. പ്രാർത്ഥന വിറ്റ് കാശാക്കുക. അതേപോലെ തന്നെ ഒരു സാധുവായ മനുഷ്യൻ, അയാൾക്ക് മൗലിദിന്റെ സദസ്സിലോ അതേപോലെ തന്നെ പ്രാർത്ഥനാ സദസ്സിലോ കാശ് കൊടുക്കാൻ, അല്ലെങ്കിൽ അയാൾക്ക് പ്രാർത്ഥന ഇല്ല. ഇതൊക്കെ നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിന് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും സമ്പത്ത് ഇങ്ങനെയുള്ള ആളുകളിലേക്ക് ഒഴുകുന്നതിൽ യാതൊരു തടസ്സവുമില്ല. ആളുകളുടെ അടുക്കൽ പിടിച്ചു പറിച്ചു വാങ്ങുന്ന രീതിയിലാണ് മതത്തിന്റെ ആളുകൾ, അല്ലെങ്കിൽ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആൾക്കാരാണ്, തങ്ങളാണ്, ബീവിയാണ്. എന്താ ശരിക്കും അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ ചെയ്യേണ്ടത്? സ്വതക്ക പോലും വാങ്ങാൻ പാടില്ല. യഥാർത്ഥ അഹ്ലുൽ ബൈത്താണെങ്കിൽ സ്വതക്ക പോലും വാങ്ങാൻ പാടില്ല, സകാത്ത് വാങ്ങാൻ പാടില്ല. മനസ്സിലായില്ലേ? നബി കുടുംബത്തിന് വാങ്ങാനേ പാടില്ല, ഹറാമാണ്. എന്നിട്ടോ അത് തങ്ങളാണ്, ബീവിയാണ്. ആണോ അല്ലേ എന്നുള്ള വിഷയം. ആണെങ്കിൽ എന്താ വേണ്ടത്? ആൾക്കാരുടെ ഒന്നും സ്വതക്ക വാങ്ങാൻ പാടില്ല, ഹദിയ സ്വീകരിക്കാം. അപ്പൊ അതാണ് ഞാൻ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളുകളാണെന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും ചൂഷണം നടക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടു കൂട്ടം പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞു. ഒന്ന് യഥാർത്ഥ പണ്ഡിതന്മാർ, രണ്ടാമത് പാണ്ഡിത്യമുണ്ടാകും, മോശക്കാരൊന്നല്ല. പക്ഷേ അവർ പരലോകത്തെ മനസ്സിലാക്കിയിട്ടില്ല. ജനങ്ങളെ പിന്നെ പറ്റിക്കുകയാണ്, എന്നിട്ട് ജനങ്ങളെ അവരുടെ സമ്പത്ത് കരസ്ഥമാക്കുകയാണ്, കൈക്കലാക്കുകയാണ് എന്ന് മാത്രമല്ല, വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്.
അപ്പോ ഒന്ന്, ഇസ്ലാമിൽ മതം പഠിച്ച ആളുകളുടെ ഇല്ലായ്മയാണ്. അഥവാ യഥാർത്ഥ പണ്ഡിതന്മാരും അതേപോലെ തന്നെ മതം പഠിച്ച ആളുകളുമുണ്ടെങ്കിൽ ബിദ്അത്തിന് തടയിടും, ബിദ്അത്ത് ഇല്ലാതാക്കും. കാരണം അവർ സുന്നത്തുകൾ പഠിപ്പിക്കും, റസൂലുള്ളാഹിന്റെ ചര്യ അവർ പഠിപ്പിക്കും. അതുകൊണ്ടാണ് സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ബിദ്അത്ത് ഇല്ലാതെ പോയത്. അതിന്റെ കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടായി. അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അവിടെ പഠിപ്പിച്ചത്. രണ്ടാമതായി ബിദ്അത്തിന് കാരണമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, ചില പണ്ഡിതന്മാരുണ്ട് ഹക്കറിയാം പക്ഷെ മൗനികളാകും അവർ. ഹക്കറിയാം, എത്രയോ ആളുകൾ നമുക്ക് പരിചയമുണ്ട്. ഹക്ക് ഇന്നതാണ്, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങൾ പറയുന്നത് കിതാബിലും സുന്നത്തിലുള്ളതൊക്കെ തന്നെയാണ്, ശരിയാണ്. പക്ഷേ എന്താ പക്ഷേ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സമൂഹത്തിലുള്ള നിലയും വിലയും നഷ്ടപ്പെടും, ദുനിയാവ് നഷ്ടപ്പെടും, എന്റെ അംഗീകാരം നഷ്ടപ്പെടും, എന്റെ പദവികൾ നഷ്ടപ്പെടും, അല്ലെങ്കിൽ സമൂഹത്തിൽ ആളുകളെ തെറ്റിക്കലാകും. നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാമു അഹ്ലുസുന്നയുടെ ഇമാമ് എന്ന് പേര് വിളിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാം ദീനി ഏറ്റവും അധികം പരീക്ഷണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇസ്ലാം ദീനി ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ മുൾമുനയിൽ നിന്ന കാലഘട്ടമായിരുന്നു മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടം. അഥവാ ഖലീഫമാരിലൂടെ ദീനിലേക്ക് ബിദ്അത്തുകൾ വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണ്, അല്ലാഹുവിന്റെ അധ്യാപനങ്ങളാണ്. എന്നാൽ ആ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് ചില പണ്ഡിതന്മാർ, ചില ബിദ്അത്തിന്റെ ആളുകൾ അവർ വാദിക്കുകയും അതിനെ ഭരണാധികാരികളുടെ കൂട്ടുപിടിക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് വിശുദ്ധ ഖുർആൻ. മഹാനായ ഇബ്നു അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ശക്തമായി പറഞ്ഞു, അല്ല, ഖുർആൻ എന്ന് പറഞ്ഞ കലാമുല്ലാഹ് ഗൈറു മഖ്ലൂഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്, അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ, അത് സൃഷ്ടിയല്ല. സൃഷ്ടിയാന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിന്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ കലാമാണ്. ഇസ്ലാം അങ്ങോട്ട് പൊളിയും. അതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നാൽ അത് വിശദീകരിക്കാൻ ഉള്ള സമയമല്ല എന്നർത്ഥം. ഇസ്ലാം അങ്ങ് പൊളിഞ്ഞു പോകും, ശിർക്ക് തൗഹീദാവും, തൗഹീദ് ശിർക്കാകും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. റസൂലുള്ളാഹി പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമാത്തുകളെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അല്ലാഹുവിലേക്ക് തേടുന്നു. ഇതേതാ കലിമാത്ത്? അള്ളാഹിന്റെ കലാമാണ്. അപ്പൊ അള്ളാഹിന്റെ കലാം സൃഷ്ടിയാണെങ്കിൽ സൃഷ്ടികളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാം. തൗഹീദ് ശിർക്കാകാണ്. അപ്പൊ ദീനി പൊളിക്കുന്ന വാദ എന്തേ ഉള്ളൂ? മൂന്ന് വാക്ക്, മൂന്ന് അക്ഷരങ്ങൾ, ഗൈറു മഖ്ലൂഖ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹം പണ്ഡിതനാണെന്ന് വിശ്വസിക്കുകയും 10,000-കണക്കിന് ആളുകൾ അദ്ദേഹത്തിൽ നിന്നും ഇൽമ സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ പ്രശ്നമുണ്ടായപ്പോൾ ജനങ്ങളെല്ലാവരും ഉറ്റുനോക്കുകയാണ്. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്താ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. ഭരണാധികാരികൾക്കെതിരായി നിൽക്കുന്ന, ജനങ്ങളെതിരായി നിൽക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തെ ആളുകൾക്ക് മുമ്പിൽ വിട്ട് ബോധരഹിതനാകുമാറ് അദ്ദേഹത്തെ ബോധം കെട്ട് വീഴുന്ന അതുവരെ അദ്ദേഹത്തെ ചാട്ടവാറടിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ ജയിലിലിടുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഭരണാധികാരികളുടെ കൂട്ടത്തിൽപ്പെട്ട അവിടെ ജോലിക്കാരായ ആളുകൾ പറയുന്നുണ്ട്, ഇമാം നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, വിശ്വാസമില്ലാതെ പറഞ്ഞാൽ മതി. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനെങ്ങാനും ഈ ഒരു കുഫ്റിന്റെ വാക്ക് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ കുഫ്റിലേക്ക്, ഈ ഹക്ക് മനസ്സിലാകാതെ പോകും. എന്നിട്ടോ മരണത്തെ മുന്നിൽ കണ്ടപ്പോഴും ഈ പണ്ഡിതവര്യൻ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയും ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയും മൗനം പാലിക്കാതിരുന്നു. ഹക്ക് അദ്ദേഹത്തിലൂടെ വെളിവായി. അതുകൊണ്ട് അദ്ദേഹത്തിന് പേര് വന്നു അഹ്ലുസുന്നയുടെ ഇമാം. അഹ്ലുസുന്നയെ തകർക്കുന്ന ഒരു സമയം വന്നപ്പോ, ഇസ്ലാമിനെ തകർക്കുന്ന ഒരു ഘട്ടം വന്നപ്പോ അദ്ദേഹം മൗനിയായില്ല. അദ്ദേഹത്തിന് ദുനിയാവിലുണ്ടായ പ്രയാസങ്ങൾ അദ്ദേഹം വകവെച്ചില്ല. അതുകൊണ്ട് ഇന്നും അദ്ദേഹത്തെ ആ നിലക്ക് ഓർമ്മിക്കപ്പെടുന്നു എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, രണ്ടാമത് ബിദ്അത്തുണ്ടാകാനുള്ള കാരണം പണ്ഡിതന്മാരുടെ മൗനമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ ഇടപെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ ആരാകട്ടെ, മൻ റഅ മിൻകും മുൻകറൻ,
നിങ്ങളിൽ ഒരാൾ ഒരു തെറ്റ് കാണുകയാണെങ്കിൽ ഫൽയുഗയ്യിറുഹു ബിയദിഹി. ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ഖായിദയാണ്. നിങ്ങൾ അവന്റെ കൈ പിടിക്കണം, തെറ്റു ചെയ്യുന്നവന്റെ കൈ പിടിക്കണം, നിങ്ങളത് നിങ്ങളുടെ കൈ കൊണ്ട് മാറ്റാൻ ശ്രമിക്കണം. ഫഇല്ലം യസ്തതി', അങ്ങനെ നിങ്ങൾക്ക് ബലം പ്രയോഗിച്ച് മാറ്റാൻ കഴിവില്ലാത്ത ഒരു സമയമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാഹചര്യമാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ബലം പ്രയോഗിച്ച് പിടിച്ചു വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെങ്കിൽ ഫബിലിസാനിഹി, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ഹക്കിനെ നിങ്ങൾ വെളിവാക്കണം, ആ അസത്യത്തെ അല്ലെങ്കിൽ ബാത്തിലിനെ മുൻകറിനെ നിങ്ങൾ തടയണം. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇല്ലം യസ്തതി ഫബിഖൽബിഹി, നാവ് കൊണ്ട് പറയാൻ പറ്റുന്നില്ലേ, നിങ്ങൾ നിങ്ങളുടെ കൽബുകൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യണം. ആ തെറ്റിനോട് നിങ്ങൾക്ക് മനസ്സിൽ ഒരു വേദനയുണ്ടാകണം. ഒന്ന് നിങ്ങൾക്ക് പറയാൻ പിടിച്ചു വെക്കാനുള്ള കഴിവില്ല, മൗനികളാവുകയല്ല വേണ്ടത്. ഇത് പണ്ഡിതന്മാരോട് പറഞ്ഞതല്ല, എല്ലാവർക്കും ബാധ്യതയാണ്. അപ്പൊ പണ്ഡിതന്മാരും മിണ്ടാതിരുന്നാലോ? ദീൻ പഠിച്ചവര് പണ്ഡിതന്മാരും മിണ്ടാതിരുന്നാൽ ഹക്കാന്നൊക്കെ അറിയാം, നിങ്ങൾ പറയണൊക്കെ ശരിയാണെന്നറിയാം, നിങ്ങൾ ഇതിലേക്ക് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ സ്ഥാനമാനങ്ങൾ, ഞങ്ങളുടെ ദുനിയാവ്, അതേപോലെ തന്നെ പ്രശ്നങ്ങൾ എന്തെല്ലാം ഉണ്ടോ ഒക്കെ ആലോചിച്ചിട്ട് ഇവിടെ തന്നെ നിന്നു. അതാണല്ലോ അബൂ ത്വാലിബിന് സംഭവിച്ചത്. അബൂ ത്വാലിബ് റസൂലുള്ളാഹിന്റെ മൂത്താപ്പാക്ക് എന്താ സംഭവിച്ചത്? ദുരഭിമാനമായിരുന്നു, കാഫിറായി മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞത് ചരിത്രങ്ങളിലുണ്ട്, എനിക്കറിയാം മുഹമ്മദിന്റെ മതമാണ് ഏറ്റവും നല്ല മതമെന്ന്, മുഹമ്മദിന്റെ മതമാണ് ഏറ്റവും നല്ല മതമെന്ന് റസൂലുള്ളാഹിന്റെ മൂത്താപ്പയായ അബൂ ത്വാലിബിന് അറിയാം. ആ മൂത്താപ്പ റസൂലുള്ളാഹിനെ സംരക്ഷിച്ചിട്ടുണ്ട്. കുഫാറുകൾ കൊല്ലാമെന്നപ്പോ കൊല്ലാൻ വിട്ടുകൊടുത്തിട്ടില്ല അനിയന്റെ മോനെ. റസൂലുള്ളാഹിക്ക് താങ്ങും തണലുമായിട്ടുണ്ട്. ആ മൂത്താപ്പൊന്ന് മുസ്ലിമായി കിട്ടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവുന്ന പണിയെടുത്തിട്ടുണ്ട്. സക്കറാത്ത് മൗത്തിൽ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലക്കാൻ പറിച്ചിരുന്ന് പറയുന്നുണ്ട്, കൊലിയ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ അമ്മി. ഈ സമയത്ത് മക്കയിലെ മുശ്രിക്കുകളുടെ നേതാക്കന്മാരുടെ മുഖത്തേക്ക് നോക്കും, റസൂലുള്ളാഹിന്റെ മുഖത്തേക്കും മാറി മാറി നോക്കും. അവസാന സമയത്ത് വാപ്പാപ്പാപ്പമാരുടെ മദ്ഹബിൽ നിന്നും അവരുടെ പാതയിൽ നിന്നും മാറി മുഹമ്മദിന്റെ മതത്തിലേക്ക് പോവുകയാണോ എന്നുള്ള നോട്ടം, ഇവിടുന്ന് മുശ്രിക്കുകളുടെ നോട്ടം, അത് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ കാഫിറായിക്കൊണ്ട് മരിച്ചുപോയി. അല്ലേ? ഇത് എത്രയോ ആളുകൾക്ക് സംഭവിക്കുന്നുണ്ട് സഹോദരന്മാരെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ, അള്ളാഹു പഠിപ്പിച്ച ഹക്കാണെന്ന് മനസ്സിലായിട്ടും ദുനിയാവിനും വേണ്ടി ആ ഹക്കിന്റെ മുകളിൽ മണ്ണിടുന്ന ആളുകളെ, അത് പണ്ഡിതന്മാരുടെ കൂട്ടത്തിലും നേതാക്കന്മാരുടെ കൂട്ടത്തിലും അതേപോലെ തന്നെ എല്ലാ രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിലും എല്ലാവരിലും, അത് ദീനിന്റെ ഹക്കാകട്ടെ ദുനിയാവിന്റെ ഹക്ക്, യാഥാർത്ഥ്യമൊക്കെ അറിയാം. പക്ഷേ ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നീതിയുടെയും ഹക്കിന്റെയും കൂടെ നിന്നാൽ അത് ശരിയാവുകയില്ല. എന്റെ സ്ഥാനമാനങ്ങൾ, അതേപോലെ തന്നെ എന്റെ ഭാവി ജീവിതം ഒക്കെ എനിക്ക് അതിലൊക്കെ പ്രയാസങ്ങൾ സൃഷ്ടിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബാത്തിലിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ എല്ലായിടത്തുമുണ്ട്. എന്നാൽ അത് മുഅ്മിന് യോജിച്ചതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് എന്താ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നിങ്ങൾ കൽബ് കൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യണം. വദാലിക അദ്വാഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ ഭാഗമാണ്, അഥവാ ഘട്ടമാണ്. മനസ്സുകൊണ്ട് ഒരാൾ വെറുക്കും കൂടി ചെയ്യണില്ലെങ്കിൽ ഓന്റെ അടുത്ത് ഈമാനെന്നില്ല എന്ന് അതിന്റെ അർത്ഥം. അപ്പൊ വിദേഹത്തുണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു ഇൽമില്ലായ്മ, രണ്ടാമത്തത് പണ്ഡിതന്മാരുടെ മൗനം വിദേഹത്തിന് ആക്കം കൂട്ടും എന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? മൂന്നാമതായി പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, ഭരണാധികാരികൾ വിദേഹത്തിന്റെ ആളുകളായി മാറും, ഇസ്ലാമിക ഭരണാധികാരികൾ. അഥവാ അത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഖൽഖുൽ ഖുർആനിന്റെ പ്രശ്നം ഭരണാധികാരികളിലൂടെയാണ് വന്നത്. അതേപോലെ തന്നെ മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്ത ഒരു ആചാരമാണ്, അത് ഹിജ്റ 300 ശേഷം വന്നതാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 6-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും ഒക്കെ അത് മുലഫർ എന്ന് പറയുന്ന രാജാവാണ് അത് ഉണ്ടാക്കിയത് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നു. അദ്ദേഹത്തിന്റെ ഭരണം നിലനിർത്താൻ വേണ്ടി, ഞാൻ വലിയ ദീനിന്റെ ആളാണ്, ദീനിനെ സംരക്ഷിക്കുന്ന ആളാണ്, അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ സ്നേഹം ജനങ്ങളിൽ കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അദ്ദേഹം അത് ഒരു പുതിയൊരു ആചാരമായി എല്ലാ കൊല്ലം നടത്തണമെന്നോ അതേപോലെ തന്നെ ഇത് വലിയൊരു ആഘോഷമായി കൊണ്ടാടണമെന്നോ അങ്ങനെ ഒരു ദീനിലൊരു പുതിയത് ഉണ്ടാക്കണമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടില്ല. ചരിത്രം നോക്കിയാൽ അറിയാൻ പറ്റും. അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിന്റെ ഭരണവും കാര്യങ്ങളും നാടിനെ നന്നാക്കണം, ഭരണവീഴ്ചകൾ ഇതിലൂടെ അങ്ങോട്ട് ഇല്ലാതായി പോകണം. അതാണല്ലോ സാധാരണ ഭരണാധികാരികൾ ചെയ്യാറുള്ളത്. ഇല്ലാ മൻ റഹിമല്ലാഹ്, ഇതാണ് ചെയ്യാറുള്ളത്. അദ്ദേഹം അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ.
അപ്പൊ കുറച്ച് ഇങ്ങനെ വിളിച്ചുകൂട്ടാൻ പറ്റിയ സൂഫി പണ്ഡിതന്മാരൊക്കെ വിളിച്ചുകൊടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അന്ന് കുറെ ആടിനടുത്ത് പോത്തിനടുത്ത് ജനങ്ങൾക്കൊക്കെ കുറച്ച് സംഗതികളൊക്കെ കൊടുത്ത് കണ്ണുപൊടിയിട്ടു. അതാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കൊല്ലങ്ങൾ ഇത് ആചരിക്കാൻ തുടങ്ങി. ഇത് ഉണ്ടാക്കിയ ആളുകൾ ഖുർആന്റെ ആയത്തൊന്നും ദുർവ്യാഖ്യാനിച്ചിട്ടില്ല, ഹദീസുകൾ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഇത് ആചാരമായി മതത്തിൽ കയറിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ആളുകൾ ആയത്ത് ദുർവ്യാഖ്യാനിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗ്രഹമല്ലേ, ആ അനുഗ്രഹത്തിൽ നമ്മൾ സന്തോഷിക്കണ്ടേ? അനുഗ്രഹത്തിൽ സന്തോഷിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അവിടുന്ന് ഒരായത്തിന്റെ കഷ്ണം, ഇവിടുന്ന് ഒരായത്തിന്റെ കഷ്ണം, അവിടുന്ന് ഒരായത്തിന്റെ കഷ്ണം കൂടി എടുത്തിട്ട് ആണ് തെളിവ് പറയുന്നത്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിലുള്ള സ്നേഹത്തിൽ അബൂലഹബിന്റെ അടിമയെ മോചിപ്പിച്ചു. സുവൈബ എന്ന് പറയുന്ന പേരുള്ള ഒരു അടിമ സ്ത്രീയെ മോചിപ്പിച്ചു. റസൂലുള്ളാഹിനോടുള്ള സ്നേഹമായിരുന്നു അത്. അതുകൊണ്ട് അബൂലഹബിന് നരകത്തിൽ ഒരു നല്ല തണുത്ത കുടിനീര് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നബിദിനാഘോഷത്തിന് തെളിവാണ്. മനസ്സിലായില്ലേ? ആ സംഭവം തന്നെ അത് ശരിയല്ലാത്ത സംഭവം. ആരെക്കുറിച്ച് നരകത്തിൽ കുടിനീര് കിട്ടുന്നുണ്ടെന്ന് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ, അവൻ നശിച്ചിരിക്കുന്നു, അവൻ സമ്പാദിച്ചതൊക്കെ നശിച്ചിരിക്കുന്നു, ഓനക്കൊന്നുമില്ല, ശപിക്കപ്പെട്ടവനാണ് എന്ന് അല്ലാഹു പറയുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾ അവനെ ശപിച്ചുകൊണ്ടിരിക്കുന്ന അബൂലഹബിന് കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു കഥ ഉണ്ടാക്കിയിട്ട് അതിന് നബിദിനാഘോഷത്തിന് തെളിവ്. എന്നിട്ട് ഇത് എങ്ങനെ ആരാ പറഞ്ഞത്? അബൂലഹബിന്റെ ഒരു കുടുംബക്കാരൻ അബൂലഹബിനെ സ്വപ്നത്തിൽ കാണുക. അപ്പൊ എന്താ നരകത്തിലെ അവസ്ഥ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ എനിക്ക് എല്ലാ തിങ്കളാഴ്ചയും കുറച്ച് കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട്, അതെന്താ ഞാൻ ഇങ്ങനെ? അപ്പൊ ആരാ പറയണത്? അബൂലഹബ്. ഒരു കള്ളം വന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ ആളുകൾക്കുള്ളത്. ഒരു സംഗതി പറയുമ്പോ നമുക്കറിയാം, ഹദീസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകാര്യന്മാര് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചവനാണെന്ന് പറഞ്ഞ ഒരുത്തൻ ഉറക്കത്തിൽ വന്ന് പറഞ്ഞു, ഉണർച്ചയിൽ പറഞ്ഞ അതിൽ തെളിവാവോ? ഇല്ല. അത് മറ്റൊരു വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ആരാണോ ഉണ്ടാക്കിയത് അവരാരും ഇങ്ങനെ ഹദീസുകളെയും ആയത്തുകളും ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. പിന്നെ അത് മതത്തിൽ ആചാരമായി വന്നു, അനുഷ്ഠാനമായി വന്നു. അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എന്തേ ബിദ്അത്ത് ഒഴിവാക്കുന്നു? നിങ്ങൾ എന്താ റസൂലുള്ളാഹിയുടെ സ്നേഹമില്ലേ, അല്ല സുന്നത്ത് ഒഴിവാക്കുന്നു എന്ന് പറയുന്നിടത്തേക്ക് ആളുകൾ എത്തി. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ആയത്തും ഹദീസൊക്കെ ദുർവ്യാഖ്യാനിക്കാൻ തുടങ്ങി. അതാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായത്. അപ്പോ ബിദ്അത്തുകൾ കടന്നു വരാനുള്ള കാര്യം, ഈ ഒരു ബിദ്അത്തിന്റെ കാര്യം മാത്രമല്ല പറയണത്, ഏത് ബിദ്അത്തും കടന്നു വരാനുള്ള കാര്യം അത് മതം പഠിക്കാത്ത ആളുകൾ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ പണ്ഡിതന്മാർ മൗനികളാകുന്നു. ഇന്ന് നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാർ മൗനികളാകുന്ന ആൾ ഇന്നിവിടെ കാണുന്നത് മഹാഭൂരിപക്ഷം ആളുകൾ. അവർക്കറിയില്ല, അവരുടെ പണ്ഡിതന്മാർക്കറിയാം, ഒരു തെളിവുമില്ല. അവർ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു തെളിവുമില്ല. ഇനി അവർ പറയുന്നു ഇന്ന മുൻഗാമികൾ ചെയ്തിട്ടുണ്ട്, ഇന്ന ആളുകളുടെ തെളിവുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് തന്നെ അറിയാം ഇത് ശരിയല്ല ഈ പറയുന്നത് എന്ന്. പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറില്ല. അതാണ് പണ്ഡിതന്മാരുടെ മൗനം. അതേപോലെ തന്നെ ഭരണാധികാരികളാണ് പലപ്പോഴും ദീനിൽ പുതിയതായ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട്. കാരണം അതുപോലെ ദീനിൽ ഉണ്ടാക്കാൻ പുതിയതായ കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള അവരുടെ ആഗ്രഹം കൊണ്ടല്ല, അവരുടെ ദുനിയാവ് നിലനിർത്തണം, അതിനു വേണ്ടിയിട്ട് മതത്തിന്റെ ആളുകളാണെന്നുള്ള പരിവേഷം ഉണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ട് സഹോദരന്മാരെ, ബിദ്അത്തുകളിൽ നിന്നും നമ്മൾ പൂർണ്ണമായും വിട്ടുനിൽക്കുകയും ബിദ്അത്ത് എന്താണെന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ഒരു മുൻകറത്തായ ഹറാമായ ദീനിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ധൈര്യം, അതാണ് പിന്നെ ചങ്കൂറ്റമെന്നും ധൈര്യമെന്നും പറയുന്നത്. മനസ്സിലായില്ലേ? കുറെ കഴിവും മസിലും ഉണ്ടാകുക എന്നുള്ളതല്ല, തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറഞ്ഞു കൊടുക്കണം. അത് പറയാൻ എന്തേ തടസ്സം? അത് ഞാൻ ചെയ്യേണ്ടത്. അവ കണ്ടില്ലേ, ഓന്റെ ദുനിയാവിനെ ഓനെ അത് ഒഴിവാക്കാൻ വയ്യ. അല്ലെങ്കിൽ അത് പറഞ്ഞാൽ ഓനെ തെറ്റിക്കുക, മറ്റവനെ തെറ്റിക്കേണ്ടി വരും. മറ്റവനെ തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഓന്റെ സുഹൃത്താണ്, ഓന്റെ കുടുംബക്കാരനാണ്, അനിയനാണ്, ജ്യേഷ്ഠനാണ്, അയൽവാസിയാണ്. അള്ളാഹിനെ തെറ്റിക്കാം, ഇവിടെ തെറ്റിക്കാൻ പാടില്ല. അതൊക്കെ ദുനിയാവിനും വേണ്ടിയിട്ടാണ് സഹോദരന്മാരെ. അള്ളാഹു അതിൽ നിന്നെല്ലാം നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണം എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മതത്തിൽ പുതിയതായ കാര്യങ്ങൾ ഉണ്ടാകുന്ന മറ്റൊരു വിഷയമാണ് മതത്തിൽ അതിരി കവിയുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ കുറച്ച് ആളുകൾ ഒരാളെ അടുത്തിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്, യാത്ര പോവുകയാണ്. കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അവിടെ ആളുകൾ? ഫഖാല മാ ഹാദാ. യാത്ര പോവുകയാണ്. അപ്പോ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. ഒരാൾക്ക് ഇങ്ങനെ ഒരു ഭയങ്കര ചൂടത്താണ് യാത്ര പോകുന്നത്, ഭയങ്കര വെയിലുണ്ട്.
അപ്പൊ അവർക്ക് അയാൾക്ക് കൊട പിടിച്ചു കൊടുക്കുന്നു. അയാൾ ഭയങ്കര ക്ഷീണിച്ചിട്ടിങ്ങനെ. അപ്പൊ എന്താന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഫഖാലു, അവർ പറഞ്ഞു സോയിബുൻ നബിയെ, ഇയാൾ നോമ്പുകാരനാണെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഖാല ലൈസ മിനൽ ബിർരി അസ്സൗമു ഫി സഫർ. നോമ്പുകാരനായിരിക്കെ യാത്രക്കാരനായിരിക്കെ നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞ പുണ്യമുള്ള കാര്യമൊന്നുമല്ല കേട്ടാ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് കൊടുത്ത സംഗതിയാണ്. ഒരു നോമ്പ് ഒരാള് കാരണമില്ലാതെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വലിയ വില കൊടുക്കണം. അതിന് പ്രായശ്ചിത്തം വലിയ വില കൊടുക്കണം, പരലോകത്ത് അതിനെക്കാളും വലിയ വില കൊടുക്കണം. അങ്ങനെയുള്ള നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ ദീന് പഠിപ്പിച്ച നോമ്പുകാരനാണെങ്കിൽ നിങ്ങൾക്ക് ഇളവുണ്ട്. എന്നിട്ട് ഇയാൾ വലിയ ആളായിട്ട് നോമ്പ്, മറ്റുള്ളവരൊക്കെ ഇയാൾക്ക് വേണ്ടിയിട്ട് ഖിദ്മത്ത് നടത്തുക, എന്നിട്ട് യാത്രക്ക് തടസ്സം, മറ്റുള്ളവർക്ക് തടസ്സം, ആ നോമ്പ് ഒഴിവാക്കിയാൽ മതി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് എന്ത്, യാത്രക്കാരനായിരിക്കും നോമ്പ് വൽക്കുക എന്നുള്ള വലിയ പുണ്യമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഇത് ദീനിലുള്ളതാണ് നോമ്പ് വൽക്കൽ. എന്നിട്ട് പോലും നബി ഇടപെട്ടു. ഇനി നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ മതമാണ്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കൂടി തന്നെ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കില്ല. ഇത് ചെയ്താൽ മതി, നിസ്കരിക്കാൻ പറ്റില്ല, ഇരുന്ന് സ്കരിച്ചാൽ മതി. ഇളവുണ്ടെങ്കിൽ ആ ഇളവ് സ്വീകരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഉലൂവാണ് സഹോദരന്മാരെ, അതിരികവിയലാണ്. ഇത് ജൂത ക്രിസ്ത്യാനികൾക്ക് വന്നൊരു സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഇയ്യാകും വൽ ഗുലൂ ഫിദ്ദീൻ ഫഇന്നമാ അഹ്ലക മൻ കാന ഖബലകും അൽ ഗുലൂ ഫിദ്ദീൻ. നിങ്ങൾ ഉലൂവിനെ ഓവറാക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. മനസ്സിലായില്ലേ? മതത്തിൽ ആവശ്യമില്ലാത്ത ഓവറാക്കേണ്ട ആവശ്യമില്ല. മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മത്ത് വസത്താണ്, മധ്യമമായതാണ് മതം. അതിന്റെ അർത്ഥം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ഒന്ന് അഴിഞ്ഞു പിടിക്കാന്നല്ല. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്, അഴിഞ്ഞു പിടിക്കുക. നെര്യാണിക്ക് താഴെ കുറച്ചൊക്കെ വസ്ത്രം താഴ്ത്ത. അപ്പൊ നെര്യാണിക്ക് താഴത്താണ് നമ്മളൊരു വസതീയത്താണല്ലോ, ഒരു മധ്യത്തിൽ പിടിക്കാനാണല്ലോ പറഞ്ഞത്. അപ്പോ നൽത്തട്ടണ്ട, കുറച്ചൊന്ന് താത്ത. അതല്ല, നബി പഠിപ്പിച്ചതാണ് മധ്യമം. നെര്യാണ്ട് മുകളിലാവുന്ന പറഞ്ഞാൽ അതാണ് മധ്യമം. മനസ്സിലായില്ലേ? അപ്പോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ വലിയ പ്രയാസമാണ് നെര്യാണിക്ക് മുകളിൽ വസ്ത്രം എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാൽ ഒരു സിനിമാ സ്റ്റാറോ അല്ലെങ്കിൽ നമുക്ക് വലിയ സംഭവമായിട്ട് ജനങ്ങൾ ആദരിക്കുന്ന ഒരാളോ ഒരു സ്റ്റാറോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രയാസമില്ല. നെര്യാണിക്ക് മുകളിൽ വസ്ത്രം ഇടാനോ അതിന്റെ മുകളിൽ വസ്ത്രം ഇടാനോ ഒരു പ്രയാസമില്ല. നബി 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രയാസം. അപ്പൊ പിന്നെ ന്യായീകരിച്ച് ഒപ്പിക്കുന്ന എത്രയോ ആൾക്കാരെ കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ ഉലൂവിനെ സൂക്ഷിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു യാ അഹ്ലൽ കിതാബ്, ജൂത ക്രിസ്ത്യാനികളെ, ലാ തഗ്ലൂ ഫീ ദീനികും ഗൈറൽ ഹഖ്. നിങ്ങൾ ഉലൂവ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അഥവാ സത്യത്തിനെതിരായ ഉലൂവ് ഉണ്ടാകാൻ പാടില്ല. അവർക്ക് ഉലൂവ് വന്നതിന് ഒരു ഉദാഹരണമാണ് ക്രിസ്തീയ പണ്ഡിതന്മാർ കല്യാണം കഴിക്കുകയില്ല എന്ന് തീരുമാനിച്ചു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഞാനിവിടെ ഖുത്ബയിൽ പറഞ്ഞതാണത്. അതിനുണ്ടായ ദുരിതങ്ങൾ പലപ്പോഴും നമ്മൾ പത്രവാർത്തകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. റഹ്ബാനിയത്ത് അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. പ്രകൃതി മതമാണ്, ആണിന് പെണ്ണ് വേണം, പെണ്ണിന് ആണ് വേണം. എന്നാൽ ഇവർ കുറച്ചും കൂടി നന്നാകാൻ വേണ്ടി ഞങ്ങൾ കല്യാണം കഴിക്കാൻ റബ്ബിൽ നിന്നും അത് തെറ്റിച്ചു കളയും എന്നൊക്കെ വാദിച്ചുകൊണ്ട് അവർ കല്യാണം കഴിക്കാന്നുള്ള പരിപാടി ഒഴിവാക്കി. പക്ഷെ അള്ളാഹ് പറഞ്ഞെന്താ? ഇബ്തദഊഹ, അവർ അത് ഉണ്ടാക്കി, പക്ഷേ അവർക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലേ? കുറെ കേട്ടത്, കുറെ കേൾക്കാത്തത്. അതെന്താ? മതത്തിൽ അതിരികവിയലാണ്. പക്ഷെ അവർക്ക് കൊണ്ട് നടക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആന്റെ ആയത്താണ്. അതുകൊണ്ട് തന്നെ ഓവറാക്കുക, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിന് ഓവറാക്കുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ്. അതാണ് ബിദ്അത്ത് വരാനുള്ള കാരണം. ചില ആളുകൾ ഇതൊക്കെ പറയുമ്പോ ധാരാളക്കണക്കിന് ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. എന്തപ്പോ നിങ്ങൾ കുറച്ച് ആൾക്കാരല്ലേ ഇത് ചെയ്യാത്തുള്ളൂ? എല്ലാ നാട്ടിലുണ്ട്, എല്ലാ രാജ്യത്തുണ്ട്. നിങ്ങൾ കുറച്ച് ആൾക്കാർ ചെയ്യില്ല. അപ്പൊ എല്ലാരും ചെയ്യുന്നു എന്നുള്ള തെളിവാണല്ലോ ഇത് ദീനിലുള്ളതാണ്. സഹോദരന്മാരെ, അത് തെളിവല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ്. ഹക്ക് മുറുകെ പിടിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബാത്തിലിന്റെ ആളുകൾ ഇവരെ ഉപദ്രവിക്കുകയില്ല. അപ്പൊ എത്ര ബാത്തിലിന്റെ ആൾക്കാരുണ്ടെങ്കിലും ഈ ഹക്കിന്റെ ആളുകൾക്ക് ചാഞ്ചാട്ടുണ്ടാവില്ല. ചാഞ്ചാട്ടുള്ളവരെന്താണ്? ഹക്കിന്റെ ആളുകളല്ല. ചാഞ്ചാട്ടുള്ളവരാണ് പറയലെന്ത്? അവിടെ ഉണ്ടല്ലോ, ആ നാട്ടിലുണ്ടല്ലോ, ഈ നാട്ടിലുണ്ടോ, ഇവിടെ ഉണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ. പക്ഷെ എവിടെ ഉണ്ടെങ്കിലും ഖുർആനിലും സുന്നത്തിലും ഉണ്ടാവില്ല. ഖുർആനിലും സുന്നത്തിലുണ്ടോ എന്നുള്ളതാണ് തെളിവ്. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
ഹക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, സത്യത്തിന്റെ ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ, വിശ്വാസികളായ ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞു കുറെ വിശ്വാസികൾ ഉണ്ട് എന്നല്ല പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞ എന്താ? ഖലീലും മാ തുഅ്മിനൂൻ, നിങ്ങളിൽ കുറച്ച് ആൾക്കാരെ വിശ്വസിക്കുന്നുള്ളല്ലോ. അപ്പൊ വിശ്വാസം പറഞ്ഞപ്പോ കുറച്ച് ആൾക്കാര്, ചിന്തിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോ കുറച്ച് ആൾക്കാര്, ഖലീലും മാ തദക്കറൂൻ ഖലീലും മാ തശ്കുറൂൻ. അള്ളാഹുവിനോട് ഇത്ര കോടിക്കണക്കിന് ആൾക്കാരുണ്ടായിട്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവർ കുറച്ചേ ഉള്ളൂ. അപ്പൊ സത്യത്തിന്റെ ആൾക്കാർ കുറച്ചേ ഉള്ളൂ. അത് ദീനുൽ ഇസ്ലാമിന്റെ ഒരു സ്വഭാവമാണ്. എല്ലാവരും സത്യത്തിന്റെ ആൾക്കാരാവില്ല. അപ്പൊ കുറച്ചുണ്ട് എന്നുള്ളത് അതൊരു ശരിയല്ലായ്മയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. എന്ന് മാത്രമല്ല, ഇനി ധാരാളമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതോ? വിശുദ്ധ ഖുർആനിൽ വലാകിന്ന അക്സറന്നാസി എന്ന വാക്ക് നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ പരിശോധിച്ച് നോക്കൂ. 17 സ്ഥലങ്ങളിൽ കാണാം വലാകിന്ന അക്സറന്നാസി, ജനങ്ങളിൽ അധിക പേരും എന്നിട്ട് എന്താ പറഞ്ഞത്? ലാ യശ്കുറൂൻ, നന്ദി കാണിക്കുന്നില്ല. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, ജനങ്ങളിൽ അധിക പേരും കാര്യം ഗ്രഹിച്ച് മനസ്സിലാക്കുന്നില്ല. വലാകിന്ന അക്സറന്നാസി ലാ യുഅ്മിനൂൻ, ജനങ്ങളിൽ അധിക പേരും വിശ്വാസികളാകുന്നില്ല. അപ്പൊ വിശ്വസിക്കാത്തവർ കൂടുതൽ, ബാത്തിലിന്റെ ആൾക്കാർ കൂടുതലാണ്. അപ്പൊ കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ദീനിൽ തെളിവല്ല. ദീനിൽ തെളിവ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കുറച്ച് ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കുക. കുറച്ച് ആൾക്കാർ ചെയ്യുന്നുണ്ടെന്ന് പരിശോധിച്ച് നോക്കുക, ദീനിൽ എന്തൊരു തെളിവുണ്ടാകും. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി മദ്ഹബിലെ രണ്ടാം ഷാഫിഈയാണ്. രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അൽ അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ ഒരു കൗല് കൊണ്ടുവന്നു. അതോ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പാടില്ല, കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ച് എന്താകണ്ട, ഈ വഞ്ചിതനാകണ്ട എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇൽസം ത്വരീഖൽ ഹുദാ, സന്മാർഗം നീ മുറുകെ പിടിച്ചോ. വലാ യദുറുക ഖില്ലത്തുസ്സാലികീൻ, സന്മാർഗം പ്രാപിച്ചവർ കുറച്ചേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നീ പ്രയാസത്തിലാവേണ്ടതില്ല, നിന്നെ അത് ഉപദ്രവിക്കുകയില്ല. വഇയ്യാക വതുറുക ളലാല, അധർമ്മത്തിന്റെ ളലാലത്തിന്റെ മാർഗം നീ സൂക്ഷിക്കണം. വലാ തഅ്തറ ബികസറത്തിൽ ഹാലികീൻ, അധർമ്മത്തിന്റെ ആളുകൾ, അത് ചെയ്ത് നശിച്ച ആളുകൾ കുറെ ഉണ്ട്, ഇത് കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ വിചാരിച്ച് നീ വഞ്ചിതനാകണ്ട. മനസ്സിലായില്ലേ? അപ്പൊ കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതൊന്നും ദീനിലെ തെളിവല്ല. ഹക്ക് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ടാവും എന്നുള്ളത് മതത്തിന്റെ പ്രത്യേകതയാണ്, നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹക്ക് കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായൊക്കെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തും അവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ പേരക്കുട്ടി, കുട്ടി ചെറിയ പ്രസവിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. കുട്ടിക്കൊരു വലിയ ഓപ്പറേഷൻ ഉണ്ട്. നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് ഷിഫായിന് പ്രദാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാത്തൊരവസ്ഥ ആ കുട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വരുത്തട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നുകൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.